അസ്സലാമു അലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, ഇന്നലെ വെളിയങ്കോട് നേർച്ച ആയിരുന്നു അല്ലേ. നേർച്ച ഒന്നും ശരിക്കും ഇതിന് പറയാതിരിക്കുമെന്നല്ലേ. ഒരു പള്ളിയുടെ നേർച്ച എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പം എന്താ പറയുക, കുറേ ചെണ്ടകൊട്ടും കുറേ ചെക്കന്മാർ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് ഡാൻസ് കളിക്കുന്നതും ഇതൊക്കെയാണ് ഇപ്പോൾ പള്ളികളത്തെ നേർച്ചട്ട. പണ്ടത്തെ നേർച്ച എന്നൊക്കെ പറഞ്ഞത് എന്താ, നമ്മളെ പള്ളിക്കൽ ചോറ് കൊടുക്കുക, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. ഇപ്പം എന്താ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പ്യൊക്കെയാണ് അവർ ഈ പൊടിക്കുന്നത് നേർച്ച എന്നൊക്കെ പറഞ്ഞിട്ട്. ഓരോരുത്തരുടെ അടുത്ത് 10,000 15,000 ഒക്കെ വെച്ച് പിരിവെടുത്ത് പ്രവാസികളായാലും കൂടുതൽ പൈസ കൊടുക്കുന്നുണ്ട് പിരിവായിട്ടൊക്കെ. പക്ഷെ എന്താണ് ഇവർ കാട്ടിക്കൂട്ടുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമായില്ല. 2 നേർച്ചക്ക് പോയിട്ടാണ്, ഇടക്കയൂരും ഇവിടെ വെളിയങ്കോടും പോയി. പക്ഷെ രണ്ടും എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. എന്താണ് കുറേ ചെണ്ട കൊട്ടുക, ഇവിടെ കുറേ പാട്ട് വെച്ചിട്ട് ഈ സിനിമ അങ്ങനത്തെ പാട്ടുകൾ വെച്ചിട്ട് കുറേ ചെക്കന്മാർ, ചെറിയ ഒരു 4 വയസ്സായ, അതിലും ചെറിയ കുട്ടികളുണ്ട്, ആ മുതൽ വലിയ പ്രായമുള്ള ആൾക്കാർ വരെ ഈ ചെണ്ടക്കുട്ടീൻ്റെ പിന്നാലെ നടന്നിട്ട് ഡാൻസ് കളിക്കുക. ശരിക്കും പറഞ്ഞൊരു കൂത്താട്ടോ. ഞാൻ അത് അങ്ങനെ പറയുള്ളൂ കേട്ടോ. ഇത്രയും ലക്ഷക്കണക്കിന് പൈസ പൊടിച്ചിട്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ നേരം കൊണ്ട് ഏതെങ്കിലും പാവങ്ങളെ സഹായിച്ചാൽ, എത്ര രോഗികൾ വയ്യാതെ കിടക്കുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ പുണ്യം. അല്ലാതെ നേർച്ച എന്നൊക്കെ പറഞ്ഞ് കാട്ടിക്കൂട്ടണത് വെറും കോമാളിത്തരം കേട്ടോ. എനിക്ക് അത്രേ തോന്നിയത് കേട്ടോ. പിന്നെ ഇന്നലെ ഇപ്പോൾ ആ നേർച്ചക്ക് പോകുമ്പോൾ ഒരു താത്ത വണ്ടി റോഡ് മുറിഞ്ഞ് കിടക്കുന്ന സമയത്ത് ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചിട്ടാ. കുറേ 4-5 ആൾക്കാർക്ക് പരിക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ എന്തായാലും എല്ലാ നേർച്ചക്കും ഇപ്പോൾ ഇനിയിപ്പോൾ എല്ലാ കൊല്ലം നേർച്ച വരുമ്പോൾ ആ വീട്ടുകാർക്ക് ഇപ്പോൾ അതൊരു ഓർമ്മയില്ലേ. ആ ദിവസം വരുമ്പോൾ ഈ ഒരു സംഭവം നടന്ന ഒരു ഇതെന്തായാലും പഠിച്ചോ അങ്ങനത്തെ ഇതിൽ നിന്നൊക്കെ പഠിച്ചോ എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. പക്ഷെ ഇപ്പോൾ നമ്മളെ ലോകത്ത് പല സംഭവങ്ങളും നടക്കണില്ലേ. എന്താ പറയുക, രക്തബന്ധങ്ങൾക്ക് വിലയില്ല അല്ലേ. ആങ്ങള പെങ്ങള ഉമ്മ ഉപ്പ ഒന്നിനും ഒരു വിലയില്ല. പിന്നെ എന്താ പറയുക, കൊലപാതകങ്ങൾ, കുറേ സ്നേഹിക്കുക, കുറേ അടിച്ചു പിരിയുക, അതിന് പകരം വീട്ടുക. പിന്നെ കല്യാണം കഴിഞ്ഞ കുട്ടികളും മക്കളുള്ള ആൾക്കാർ വേറെയുള്ള ആൾക്കാരായിട്ട് ബന്ധം പുലർത്തുക. എന്നിട്ട് അത് പിന്നീട് പിന്നെ തുടർന്ന് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുക. ഇതൊക്കെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഇങ്ങനെ അതിനിടയിലാണ് ഇങ്ങനത്തെ ഓരോ കോമാളിത്തരങ്ങൾ. സത്യം പറഞ്ഞത് ഇതൊക്കെ എടുത്തു പോകേണ്ട ഒരു സമയമാണിത്. അല്ലെങ്കിൽ നമ്മളെ ഈ കാലം ഇങ്ങനെ ഓരോ കൊല്ലങ്ങനെ പോണതിനനുസരിച്ചിട്ട് ഇതിനും വലിയ ആഭാസങ്ങളാവും ചിലപ്പോൾ നേർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കാട്ടിക്കൂട്ടുക. ഇതിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ പറയണത്. ഇപ്പം ചില ആളുകളൊക്കെ നേർച്ച എന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ പുലർച്ചെ വരെ അവിടെ പോയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാവും. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല കേട്ടോ. ഞങ്ങളങ്ങനെ മലപ്പുറം ഭാഗത്തൊന്നും ഇതിൽ പള്ളികളിലൊന്നും ഇങ്ങനത്തെ നേർച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ കൊട്ടും പാട്ടും ഡാൻസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ അമ്പലത്തിൽ പൂരത്തിനൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ അതായിട്ടാണ് തോന്നിയത്. ഈ ചെണ്ടകൊട്ടും ഒന്നാമത് നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പൂരത്തിനൊക്കെ പാലക്കൊമ്പ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് വരുന്ന സമയത്താണ് ചെക്കന്മാരതിൻ്റെ പിന്നാലെ കള്ളും കുടിച്ചിട്ട് കൂത്താടിയിട്ടൊക്കെ അങ്ങനെ ഡാൻസും കളിച്ചിട്ടൊക്കെ പോവുക. അതേപോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്കിപ്പോൾ ഇന്നലെ ആ നേർച്ചക്ക് കുട്ടികൾ വാശി പിടിച്ച കാരണം പോയതാണ്. പക്ഷെ എനിക്കിഷ്ടമായില്ല, ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോകുന്നിട്ടാ. അപ്പോൾ അതിൻ്റെ പിന്നാലെയും നമുക്ക് സത്യം പറഞ്ഞാൽ നടക്കാൻ പറ്റില്ല സൈഡിൽ കൂടെ ഒന്നും, കള്ള് മണത്തൊട്ടും ആൾക്കാർ. അപ്പോൾ ഈ കൂത്താടുന്നത് നേർച്ച എന്നുള്ള പേരിൽ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളാണ്. പക്ഷെ ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ അവസാനിപ്പിക്കാനുള്ള സമയമായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ പറയുക, ഇങ്ങനെ ഓരോ കൂത്താട്ടങ്ങളും. അപ്പോൾ ഈ ചെറിയ മക്കൾ പോലും, ഇതിപ്പോൾ ഒരു 10-13 വയസ്സായ നമ്മളെ മക്കൾ പോലും എന്താ എവിടെ നേർച്ചാണെങ്കിലും അവർ പോകും. ഇതാണ് സംഭവം. ഇതാണ് പള്ളീനോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ല ഈ പോണത്, ഈ കൂത്താട്ടത്തിനാണ് ഇപ്പോൾ ഈ ഓടി പോണത്. അപ്പം ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂലല്ലേ, ഇങ്ങനത്തെ ഓരോ കാട്ടിക്കൂട്ടലൊക്കെ. ചിലവരൊക്കെ അതിൻ്റെ പിന്നാലെ നടക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരും അങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി നോക്ക് നിങ്ങൾ. എന്ത് രക്തബന്ധത്തിനോ മനുഷ്യന്മാർക്ക് ഒന്നിനും ഒരു വില ഇല്ലാത്തൊരു കാലമാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. സ്വന്തം കൂടപ്പിറപ്പുകൾ, സ്വന്തം ഉമ്മ ഉപ്പ ഒന്നും ബോധമില്ല. ആങ്ങളെ പെങ്ങളെ ഗർഭിണിയാക്കി ആങ്ങളെയും പെങ്ങളും കൂടിയിട്ട് വഴിവിട്ട ബന്ധവും, സ്വന്തം രക്തത്തിലുള്ള ആൾക്കാരെ കാര്യങ്ങളൊക്കെ ഈ പറയണത്. എന്തൊക്കെയാണ് പടച്ചോനെ നമ്മൾ ഈ കാണേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും എല്ലാ മക്കളിനെയും എല്ലാവരും പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. അപ്പം ഇന്നത്തെ കുഞ്ഞു വ്ളോഗിൽ ഞാൻ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാട്ടോ. അതിലെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞ് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് കണ്ടോളിട്ടാ. പറ്റാവുന്ന വിധത്തിലൊന്ന് ഷെയർ ആക്കാൻ പറ്റുമെങ്കിൽ ഷെയർ ആയിക്കോളി. കുഞ്ഞു വ്ളോഗാണ്, അപ്പോൾ
എന്താ പറയുക, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റേതായ കാര്യങ്ങൾ എൻ്റേതായ രീതിയിൽ പറയട്ടെ. അതിൽ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക. പക്ഷെ നമുക്ക് ഉൾക്കൊള്ളാത്ത കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കത് തുറന്ന് പറയാമല്ലോ, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.